ഏതൊരു കാര്യമായാലും നമ്മൾ ഇറങ്ങി തിരിച്ചാലേ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞത് ഭയങ്കര സത്യമാണല്ലേ. നമ്മളിപ്പോൾ 2 ആഴ്ചയായിട്ട് റൂം തപ്പിയിട്ടുള്ള അലച്ചിലാണ് കേട്ടോ. റൂമൊക്കെ പെട്ടെന്ന് കിട്ടും എന്നായിരുന്നു മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ ഒരു വാദം. പക്ഷെ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഡെയിലി വൈകുന്നേരം പുറത്ത് പോകുന്ന പണിയാണ് റൂമും തപ്പിയിട്ട്. ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ. നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം ഈ മാസം ലാസ്റ്റ് വരെയുള്ളൂ. അതായത് ജനുവരി മുതൽ പുതിയ റൂം നോക്കണം, അല്ലെങ്കിൽ വഴിയാധാരമാവും എന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ 2 ആഴ്ചയായിട്ട് ഡെയിലി വൈകുന്നേരം റൂം തപ്പി ഇറങ്ങലാണ്. സത്യം പറഞ്ഞാൽ റൂം തപ്പി 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 വേണമെങ്കിൽ സൈഡായി എന്നൊക്കെ പറയാം. കാരണം ഇഷ്ടംപോലെ റൂം പോയി നോക്കുന്നുണ്ട്, പക്ഷെ പല കാരണങ്ങളാൽ അതങ്ങോട്ട് സെറ്റാവുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ നോക്കിയ അവസാനത്തെ റൂമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ റൂം നോക്കലൊക്കെ അവസാനിപ്പിച്ചിട്ട് നേരെ പോയത് ബ്രാൻഡ് സൂക്കിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇസാൻ്റെ ബർത്ത്ഡേൻ്റെ ഒക്കെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 പെർഫ്യൂമൊക്കെ ട്രൈ ചെയ്തപ്പോൾ നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല സ്മെല്ലും. അങ്ങനെ പിന്നെ വന്നിട്ട് ആ ഒരു പെർഫ്യൂമൊക്കെ വാങ്ങി, പിന്നെ അത് ഈ ഒരു സ്വീറ്റ് കോണും വാങ്ങി കഴിച്ചിട്ടോ. ഈ ഒരു സെയിം സാധനം തന്നെ വീട്ടിലുണ്ടെങ്കിലും ഇത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മദീനയിലേക്ക് വന്നു. അവിടെ ഈ ഒരു ബൺ മസ്ക ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ. പക്ഷെ എന്തോ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു ക്രീം ബണ്ണിൻ്റെ ടേസ്റ്റ് പോലെ തോന്നി. നോർമൽ ബൺ മസ്കിനേക്കാൾ അതിൽ ക്രീമൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ടേസ്റ്റ്. അങ്ങനെ മക്കൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുത്തെ ആ ഒരു ബ്രോസ്റ്റ്, ഈ ഒരു ബ്രോസ്റ്റ് നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ബ്രോസ്റ്റൊക്കെ കഴിച്ചു. ഇനി നേരെ വീട്ടിൽ പോട്ടെ. നാളെ വീണ്ടും വൈകുന്നേരം റൂം തേടി ഇറങ്ങാനുള്ളതാണ്.